ഹലോ, ലേഡി സ്യൂട്ടിന്റെ തയ്യൽ ഭാഗം 3 കമീസ് ഡ്രാഫ്റ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ക്ലാസിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും: കമീസ് പേപ്പർ പാറ്റേൺ ഡ്രാഫ്റ്റ്, കൂടാതെ കട്ട്, മാസ്റ്റർ പാറ്റേൺ തയ്യാറാക്കുക. കമീസിന്റെ ആവശ്യമായ ഘടകങ്ങൾ ലേ കൂടാതെ കട്ട്. ഒരു കമീസ് ഡ്രാഫ്റ്റിംഗിന് ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയൽസും ഇവയാണ്: 2.6 മീറ്റർ ഇൻറ്റു 0.9 മീറ്റർ പോപ്ലിൻ തുണി, ബ്രൗൺ ട്രേസിംഗ് പേപ്പർ, ടൈലറുടെ ചോക്ക്, പ്ലാസ്റ്റിക് റൂളർ, ടൈലറുടെ കത്രിക, അളക്കുന്ന ടേപ്പ്, എൽ സ്കെയിൽ, ഫ്രഞ്ച് വക്രം, ട്രേസിംഗ് വീൽ, നേരായ കുറ്റി. കമീസിനു വേണ്ടി ഒരു പേപ്പർ പാറ്റേൺ ഡ്രാഫ്റ്റിംഗിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഡ്രാഫ്റ്റിംഗ് മേശയുടെ നീളത്തിൽ ലംബമായി ഒരു ബ്രൗൺ ഷീറ്റ് വിരിച്ചിടുക. വീതി ഭാഗത്തായി ബ്രൗൺ ഷീറ്റ് തുല്യ പകുതികളായി മടക്കുക. അപ്പോൾ അതിന്റെ തെറ്റായ വശങ്ങൾ മുകളിൽ കാണുന്ന വിധം ആയിരിക്കണം. ബ്രൗൺ ഷീറ്റിന്റെ മടക്കിയ അരികുമായി 0 മാർക്കിംഗ് 1 മാച്ച് ആകാൻ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുക. ബോഡീസ് ഫ്രണ്ടിന്റെ ഡ്രാഫ്റ്റിംഗ് വിശദമായി നമുക്ക് പഠിക്കാം. ഡാർട്ടിനു വേണ്ടി പോയിന്റ് 0 മുതൽ പോയിന്റ് 1 വരെ ഫുൾ നീളത്തിനും 3 സെന്റിമീറ്ററിനും തുല്യമായി മാർക്ക് ചെയ്യുക. പോയിന്റ് 0 മുതൽ പോയിന്റ് 2 വരെ ബസ്റ്റ് ബൈ 4 -2.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ് 0 ടു പോയിന്റ് 3 നാച്ചുറൽ വേസ്റ്റ് ആണ്. പോയിന്റ്സ് 2, 3, 1 നിന്നും സ്ക്വയർ ഔട്ട് ചെയ്യുക. മാർക്ക് ഫ്രം 0 to 4 ഈക്വൽസ് ഷോൾഡർ ഡിവൈഡ്സ് ബൈ 2. 4 നിന്നും സ്ക്വയർ ഔട്ട് ചെയ്ത് 5 മാർക്ക് ചെയ്യുക. മാർക്ക് ഫ്രം 2 to 6 ഈക്വൽസ് ബസ്റ്റ് ബൈ 4 + 2 0.5 സെന്റിമീറ്റർ. 6 നിന്നും സ്ക്വയർ ഡൗൺ ചെയ്തിട്ട് 7 മാർക്ക് ചെയ്യുക. മാർക്ക് ഫ്രം 7 to 8 ഒപ്പം പോയിന്റ് 6ഉം 8ഉം ജോയിൻ ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ് 1 to പോയിന്റ് 9 ഈക്വൽസ് ബസ്റ്റ് ബൈ 4 + 10 സെന്റിമീറ്റർ. മാർക്ക് ഫ്രം 9 to 10 ഈക്വൽസ് ബസ്റ്റ് ബൈ 3 ഒപ്പം 10, 8 എന്നിവ ജോയിൻ ചെയ്യുക. Mark from 10 to 10A equals half of points 8 to 10. 10A മുതൽ 10B വരെ മാർക്ക് ചെയ്ത് 8, 10B, 10 എന്നിങ്ങനെ രൂപപ്പെടുത്തുക. മാർക്ക് ഫ്രം പോയിന്റ് 0 to പോയിന്റ് 11 ഈക്വൽസ് ബസ്റ്റ് ബൈ 12. മാർക്ക് ഫ്രം 4 to 12 ഈക്വൽസ് ബസ്റ്റ് ബൈ 36. 11ഉം 12ഉം ജോയിൻ ചെയ്യുക. മാർക്ക് ഫ്രം 0 to 13 ഈക്വൽസ് ബസ്റ്റ് ബൈ 8 + 1 പോയിന്റ്സ് 5 സെന്റിമീറ്റർ. പിന്നെ 13 നിന്ന് സ്ക്വയർ ഔട്ട്, 11 നിന്നും സ്ക്വയർ ഡൗൺ കൂടാതെ 14 മാർക്ക് ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ്സ് 14 to 15 പോയിന്റ്സ് ഒപ്പം 11, 15, 13 ജോയിൻ ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ്സ് 5 to പോയിന്റ് 16 ഈക്വൽസ് 1/3 of 12 to 5. എന്നിട്ട് പോയിന്റ്സ് 16 മുതൽ സ്ക്വയർ ഔട്ട് ചെയ്യുക. മാർക്ക് ഫ്രം 16 to 17 ഈക്വൽസ് 1.25 സെന്റിമീറ്റർ. എന്നിട്ട് പോയിന്റ്സ് 12ഉം 17ഉം ജോയിൻ ചെയ്യുക. കൂടാതെ ഡിവൈഡ് 16, 5, 6.
Mark from 5 to 5a equals 1/3 of points 6 to 5. എന്നിട്ട് 12, 17, 5a, 6 ഷേപ്പ് ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ് 5 to point 18. മാർക്ക് ഫ്രം പോയിന്റ് 0 to 19 equals points 3 to 20 which is equals to bust by 12 plus 1.25 centimeter. പോയിന്റ്സ് 19ഉം 20യും ജോയിൻ ചെയ്യുക. പോയിന്റ്സ് 20യിൽ നിന്നും സ്ക്വയർ അപ്പ് ആൻഡ് ഡൗൺ. മാർക്ക് ഫ്രം പോയിന്റ് 19 to point 21 equals bust level. Mark from point 21 to point 22. Mark from point 20 to 23 equals point 20 to 22. Mark from point 20 to 24 equals point 20 to 25. Mark from point 6 to point 26 equals bust by 8. Mark from point 21 to point 27. Mark from point 26 to 28 equals point 26 to 29. Mark from point 18 to point 30. Mark from point 30 to point 31 equals bust by 12 minus 1 centimeter. Mark from point 30 to point 32. Mark from point 8 to 33 equals point 8 മുതൽ 34 equals bust by 12. ബോഡീസ് ബാക്ക് ഡ്രാഫ്റ്റിംഗിനെ കുറിച്ച് പഠിക്കാം. Mark from point 0 to point 35 which equals bust divides by 8. Mark from point 12 to point 36 which equals 12 half എന്നിട്ട് 2.5. Mark from point 5 to 5b which equals half of points 5 ഒപ്പം 6ലെ ബാക്ക് ആം ഹോൾ ഷേപ്പ് പോയിന്റുകൾ 12, 36, 5b, 6 ആണ്. സ്ലീവിന്റെ ഡ്രാഫ്റ്റിംഗിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് പോയിന്റ് 0 മുതൽ പോയിന്റ് 1 വരെയാണ്. ഇത് സ്ലീവ് നീളത്തിന് തുല്യമാണ്. മാർക്ക് ഫ്രം പോയിന്റ് 0 to പോയിന്റ് 2 which equals bust by 4 minus 2.5 centimeter. എന്നിട്ട് മാർക്ക് ഫ്രം പോയിന്റ് 2 2.4 which equals bust divided by 12 plus 2.5 centimeter. 1 to 0.5 which equals sleeve bottom by 2. Mark from point 4 to 6 equals half of points 4 to 5. Mark from point 6 to point 7. Mark from point 0 to 8 which equals bust by 24. എന്നിട്ട് point 4 to 8 ജോയിൻ ചെയ്യുക. കൂടാതെ അതിനെ 4 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുക. അടുത്തതായി 9, 10 കൂടാതെ 11 മാർക്ക് ചെയ്യുക. മാർക്ക് ഫ്രം പോയിന്റ് 11 to point 12. മാർക്ക് ഫ്രം പോയിന്റ് 10 to point 13. മാർക്ക് ഫ്രം പോയിന്റ് 9 to point 14. എന്നിട്ട് ഷേപ്പ് 0, 14, 13, 12 കൂടാതെ 4 തിരിച്ചു നൽകുക. മാർക്ക് ഫ്രം പോയിന്റ് 4 to point 15 ഈക്വൽസ് bust by 24. Mark from point 15 to point 16. Mark from point 8 to point 17. Mark from point 18 to
0.20. Mark from point 19 to point 21. എന്നിട്ട് ഫ്രണ്ട് ഷേപ്പ് 0, 21, 20, 16, 4 എന്നിങ്ങനെ കൊടുക്കുക. നമുക്ക് മാസ്റ്റർ പാറ്റേൺ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാം. സീം അലവൻസ്, ടേണിങ്സ്, ഹെംസ് മുതലായവയ്ക്ക് വേണ്ടി കട്ട് പേപ്പർ പാറ്റേണിൽ അലവൻസ് ചേർക്കേണ്ടതാണ്. നെക്ക്, ഷോൾഡർ കൂടാതെ ആം ഹോൾ അലവൻസ് 0.75 സെന്റിമീറ്റർ ആണ്. ബോട്ടം ടേണിംഗ് അലവൻസ് 6 സെന്റിമീറ്റർ ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ ബാക്ക് സൈഡിലെ പ്ലാക്കറ്റ് പോർഷൻ 4 സെന്റിമീറ്റർ ആണ്. സ്ലീവിനായി ടോപ്പ് അലവൻസ് 0.75 സെന്റിമീറ്റർ ആണ്. ടേണിംഗ് അലവൻസ് 3 സെന്റിമീറ്റർ ആണ്. ആവശ്യമായ മാർക്കിങ്ങുകളിൽ നോച്ചസ് കട്ട് ചെയ്യുക. ലേഔട്ടിനും കട്ടിങ്ങിനും കമ്മീസ് തുണി അതിന്റെ തെറ്റായ വശം മുകളിൽ കാണുന്ന വിധത്തിൽ കട്ടിംഗ് മേശയിൽ വിരിക്കുക. കമ്മീസിന്റെ എല്ലാ ഘടകങ്ങളുടെയും ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക. മാസ്റ്റർ പാറ്റേൺ നീക്കം ചെയ്യുക. തുണിയുടെ ഘടകങ്ങൾ കട്ട് ചെയ്യുക. നോച്ചസ് അവയുടെ പൊസിഷനുകളിൽ സെറ്റ് ചെയ്യുന്നതിന് ഡാർക്ക് മാർക്കിംഗ്സിൽ നോച്ചസ് കട്ട് ചെയ്യുക. ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം. സിമെട്രിക്കിനു വേണ്ടി മടക്കിയ എഡ്ജിനോട് മാർക്കിംഗ് 0 to 1 അലൈൻ ചെയ്യുന്നതുമായി കമീസ് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുക. നിയോഗിച്ചിട്ടുള്ള ലൈനുകളിലൂടെ തയ്യാറാക്കിയ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യുകയും മാസ്റ്റർ പാറ്റേൺ വരയ്ക്കുകയും ചെയ്യുക. തുണി ലേഔട്ട് ചെയ്യുക. മാസ്റ്റർ പാറ്റേൺ സജ്ജീകരിക്കുക. ഔട്ട്ലൈൻസ് മാർക്ക് ചെയ്യുക. കൂടാതെ തുണിയുടെ ഘടകങ്ങൾ കട്ട് ചെയ്യുക, കൃത്യതയ്ക്ക് വേണ്ടി നോച്ചസ് ചേർത്തുകൊണ്ട്. ഇത് സെഷന്റെ അവസാനത്തിലെത്തുന്നു. ലേഡി സ്യൂട്ട് സ്റ്റിച്ചിങ് ഭാഗം 3, കമ്മീസ് ഡ്രാഫ്റ്റിംഗ് എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.